CPIM നേതാവ് അഡ്വക്കേറ്റ് അനിൽകുമാർ കൂടി നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അനിൽകുമാർ, കേരളത്തെ സംബന്ധിച്ച് 2019 ആവർത്തനം വലിയ തിരിച്ചടി ഇടതുപക്ഷത്തിന്. എക്സിറ്റ് പോളുകൾ കേരളത്തെക്കുറിച്ച് പറഞ്ഞത് ശരിയാകുന്നു. LDFും BJPയും ഒപ്പത്തിനൊപ്പം എന്നൊരവസ്ഥയിലാണ്. UDFന് വലിയ മേധാവിത്വം. ഇതാണ് ഇതുവരെ കണ്ടൊരു ചിത്രം താങ്കളുടെ മുമ്പാകെ വെക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായി തെരഞ്ഞെടുപ്പിൽ ഏകപക്ഷീയമായ ഒരു മുന്നേറ്റവും കടന്നാക്രമണവുമാണ് BJPയുടെ ഭാഗത്തു നിന്നും ആദ്യഘട്ടത്തിലുണ്ടായതെങ്കിൽ നല്ല പ്രതിരോധം ഉയർത്താൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന്റെ ഭാഗമായി രാജ്യമാകെ BJPയെ പിന്നോക്കം വായിക്കാനായി, എന്നാൽ പരാജയപ്പെടുത്താനായി എന്ന് ഇപ്പോൾ പറയാനാവില്ല. ഒരു കാര്യത്തിൽ ഏതാണ്ട് വ്യക്തത വന്നിട്ടുണ്ട്. BJPക്ക് കേവല ഭൂരിപക്ഷത്തിന് അടുത്ത് മാത്രമേ എത്താനായിട്ടുള്ളൂ. കേവല ഭൂരിപക്ഷം കടന്നു എന്ന് പറയാനായിട്ടില്ല. ഇവിടെ നാം തിരിച്ചറിയേണ്ട പ്രധാനപ്പെട്ട സംഗതി, ദക്ഷിണേന്ത്യയിൽ പ്രത്യേകിച്ച് ആന്ധ്രാപ്രദേശിലുണ്ടായിട്ടുള്ള ഘടകകക്ഷികളുടെ BJPക്ക് അനുകൂലമായ NDAയുടെ ഒരു വിജയം കൊണ്ടുകൂടിയാണ് തൽക്കാലം ഭൂരിപക്ഷത്തിലേക്ക് ഇപ്പോൾ BJP ഇരിക്കുന്നത്. അതുകൊണ്ട് അഖിലേന്ത്യാടിസ്ഥാനത്തിലുള്ള മോദി പ്രഭാവത്തിനും BJPക്ക് അനുകൂലമായ ഒരു ആഖ്യാനങ്ങൾക്കൊന്നും പ്രസക്തിയില്ലാത്ത വിധം പ്രകടമായി BJPയെ ജനങ്ങൾ സ്വീകരിക്കുന്നില്ല. നിരാകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പൂർണ്ണമായി സ്വീകരിക്കുന്നില്ല. അവരുടെ ആഖ്യാനങ്ങളെ സ്വീകരിക്കുന്നില്ല. അവർ പരാജയ തുല്യമായ ഒരു ഘട്ടത്തിലെത്തിയിരിക്കുന്നു എന്ന കാര്യത്തിലേക്ക് നമ്മൾ കാണും. രണ്ടാമത്, കേരളത്തെ സംബന്ധിച്ചിടത്തോളം 2019 നിന്ന് 2024 എന്താ കലമാണുള്ളത്? 2019 2024 ഇന്ത്യ രാജ്യത്താകമാനം NDAക്കെതിരായ വോട്ടാണ് പൊതുവിൽ ചെയ്തിട്ടുള്ളത്. അത് കേരളത്തിൽ എങ്ങനെ ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് വന്നപ്പോൾ കേരളത്തില് അത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട UDFുമായി ബന്ധപ്പെട്ട് ചെയ്യുമ്പോഴാണ് BJPയെ തോൽപ്പിക്കുന്നതിന് കുറച്ചുകൂടെ സഹായകരം എന്ന ആഖ്യാനം ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അത് ഒരു ഘടകമാണ് എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ കാണാം. എങ്കിൽ പോലും ഇടതുപക്ഷത്തിന്റെ അടിത്തറ ഭദ്രമാണെന്നാണല്ലോ ഓരോ സ്ഥലത്തെയും ഈ വോട്ടിന്റെ കണക്കുകൾ തെളിയിക്കുന്നത്. മറിച്ച് ഇവിടുത്തെ എക്സിറ്റ് പോളുകൾ പറഞ്ഞിരുന്ന പോലെ LDFന്റെ സ്വാധീനം ഏതാണ്ട് 29%, BJP 27% എത്തി എന്നുള്ള ആഖ്യാനങ്ങളൊക്കെ പോയല്ലോ. ചില സ്ഥലങ്ങളിൽ കോൺഗ്രസിന്റെ വോട്ട് ചോർന്നു പോയപ്പോൾ അവിടെ BJPക്ക് ചില ഗുണങ്ങൾ കിട്ടിയതും തൃശ്ശൂർ അടക്കം കാണാൻ കഴിയുന്നുണ്ട്. ഫലങ്ങൾ പൂർണ്ണമായി പുറത്തു വരുമ്പോൾ മാത്രമാണ് നമുക്ക് പൂർണ്ണമായി പറയാൻ കഴിയുക. എങ്കിൽ പോലും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷം അതിന്റെ അടിത്തറ സംരക്ഷിച്ചുകൊണ്ട് ഈ ദേശീയ പോരാട്ടത്തിന്റെ ഭാഗമായി പൂർണ്ണമായും നിലകൊണ്ടിട്ടുണ്ടെന്ന അഭിമാനവും ആത്മവിശ്വാസവും ഈ സന്ദർഭത്തിൽ നമുക്ക് പ്രകടിപ്പിക്കാനാവും. റൈറ്റ്. ഇപ്പോൾ കേരളത്തിലെ ഈ തിരിച്ചടിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ തമിഴ്നാട്ടിലും രാജസ്ഥാനിലും ഒക്കെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി മത്സരിച്ച CPIM സ്ഥാനാർത്ഥികൾ വിജയിക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ബംഗാളിലും ആ നിലയിൽ തന്നെ ശക്തമായ മത്സരം ഇപ്പോൾ മുഹമ്മദ് സലീം മുർഷിദാബാദിൽ കാഴ്ചവെക്കുന്നത് പോലുള്ള വിവരങ്ങൾ നേരത്തെ നമ്മൾ പങ്കുവച്ചിരുന്നു.